ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 15. ഗാസ വിലാപത്തിന്റെ മുനമ്പ്. ഗാസയുടെ നിലവിളി ലോകമനസാക്ഷിയെ പൊള്ളിക്കുന്നു. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയത്താൽ ബധിരമായ ലോകരാഷ്ട്ര നേതൃത്വം ഇസ്രയേലിന്റെ കൂട്ടക്കശാപ്പിൽ മൗനം പാലിക്കുന്നു. പ്രതീക്ഷ ദേശഭേദമന്യേ ഉയരുന്ന ജനങ്ങളുടെ പ്രതിഷേധാഗ്നിയിലാണ്. കൊലവെറി പൂണ്ട ഇസ്രായേൽ ഭരണകൂടത്തിനും രാഷ്ട്രീയ സാമ്പത്തിക ലാഭം മാത്രം നോക്കി അതിനെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്ന US ഭരണ നേതൃത്വത്തിനും നേരെ ലോകമെങ്ങും ഉയരുന്ന ജനശക്തി അവഗണിക്കാനാവില്ല ആർക്കും അധികകാലം. 2023 ഒക്ടോബർ 7 ആരംഭിച്ച 100 ദിവസം പിന്നിടുന്ന കൂട്ടക്കുരുതിയിൽ ഗാസ ഒരൊറ്റ കുഴിമാടമായി മാറിയിരിക്കുന്നു. 10,000-ലധികം കുഞ്ഞുങ്ങളടക്കം ഇതേവരെ കശാപ്പു ചെയ്യപ്പെട്ടത് 24,841 മനുഷ്യജീവനുകൾ. പരിക്കേറ്റത് 60,317 പേർക്ക്. കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും പകുതിയോളം കുട്ടികളും സ്ത്രീകളും. 7,000-ഓളം പേർ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. 3 മാസം കൊണ്ട് ഗാസയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് 1,874 കുടുംബങ്ങൾ. ഗാസയിലെ ജനസംഖ്യയുടെ 85% വരുന്ന 20 ലക്ഷത്തിലേറെ പേർ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരത്രയും ഇനി അഭയാർത്ഥികളാണ്. 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടലിനാലും മറുവശത്ത് ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും അതിർത്തി വേലികളാലും ഞെരുക്കപ്പെടുന്ന ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന ഗാസ ഇടനാഴിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം മുന്നേറുകയാണ് ഇസ്രായേൽ സൈന്യം. ക്ഷാമവും രോഗവും പടരുകയാണ് ഗാസയിൽ. 43% പേരും കരിമ്പട്ടിണിയിൽ, 90% പേരും ഭക്ഷണക്ഷാമം നേരിടുന്നു. ഇസ്രയേലിന്റെ ഉപരോധം നിമിത്തം ആവശ്യമുള്ളതിന്റെ 10-1 അവശ്യ സാധനങ്ങൾ പോലും എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് UN പറയുന്നു. ആശുപത്രികളടക്കം ബോംബിങ്ങിൽ തകർന്ന ഗാസയിൽ രോഗങ്ങളും മനുഷ്യജീവനുകൾ എടുക്കുന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞ ടെന്റുകളിൽ പകർച്ചവ്യാധികൾ പടരുന്നു. യുദ്ധം തുടങ്ങി 100-ാം ദിവസം ഇടതടവില്ലാതെ തുടരുകയാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം. 24 മണിക്കൂറുകൾക്കുള്ളിൽ റാഫേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 100-ഓളം പലസ്തീൻകാരാണ്. ഒരു കുടുംബത്തിലേക്ക് ഇസ്രായേൽ പട്ടാളം 2 വയസ്സുള്ള കുഞ്ഞടക്കം 14 പേരെ വെടിയുണ്ടകൾക്കിരയാക്കി. ആർക്കും, ഹേഗിനു പോലും തങ്ങളെ തടയാനാവില്ലെന്നാണ് യുദ്ധത്തിന്റെ 100-ാം ദിനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദത്യം നിറഞ്ഞ പ്രഖ്യാപനം. വലതുപക്ഷ രാഷ്ട്രീയവും മതരാഷ്ട്രീയവും വംശീയ രാഷ്ട്രീയവും ചേർന്ന് സൃഷ്ടിച്ച വൈതരണിയിൽ അമ്മമാരും കുഞ്ഞുങ്ങളുമടക്കം ആയിരങ്ങൾ വെന്തൊടുങ്ങുമ്പോഴും അടങ്ങുന്നില്ല ആരുടെയും ജീവനെടുക്കാനുള്ള അവകാശമുണ്ട് തങ്ങൾക്കെന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അമേരിക്കയും ബ്രിട്ടനും കാനഡയും തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ ബലത്തിലായിരിക്കാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ പോലും അവഗണിക്കാൻ നെതന്യാഹു തുനിയുന്നത്. ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതി പഴയ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമനുസരിച്ച് ഇന്ത്യ നൽകേണ്ടിയിരുന്നതാണ്. അത് സംഭവിച്ചില്ല എന്നതിൽ നമുക്ക് ലജ്ജിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ 181-ാമത് പ്രമേയത്താൽ 1948 മെയ് 14 നിലവിൽ വന്ന ഇസ്രായേൽ 75 വർഷത്തിനിപ്പുറം UN പ്രമേയപ്രകാരം തന്നെ പലസ്തീന് ലഭിച്ച മണ്ണിൽ നടത്തുന്ന നരനായാട്ട് തടയാനാകാതെ UN നിസ്സഹായമാവുന്നതിനു കാരണവും US-ഉം ബ്രിട്ടനും ഇസ്രായേലിന് നൽകുന്ന പിന്തുണ തന്നെ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന UN ജനറൽ കൗൺസിലിന്റെ പ്രമേയത്തിനും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസിന്റെ ആത്മാർത്ഥ ശ്രമങ്ങൾക്കും അപ്പുറം UN-ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം സുരക്ഷാ കൗൺസിലിലെ തങ്ങളുടെ വീറ്റോ അധികാരം ആവർത്തിച്ചുപയോഗിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും. അതുവഴി ഗാസയിൽ കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ രക്തത്തിന് അവരും ഉത്തരവാദികളായിരിക്കുന്നു. യൂറോപ്പിലുടനീളം വംശീയ പീഡനങ്ങൾക്കും പിന്നീട് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ വംശഹത്യയ്ക്കും ഇരകളായ യഹൂദർക്ക് യൂറോപ്പിന്റെ പശ്ചാത്താപം എന്നോണം കനിഞ്ഞനുവദിച്ച ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായത് പക്ഷേ അതിലൊരു കക്ഷിയുമില്ലാതിരുന്ന പലസ്തീൻ ജനതയെ രാജ്യഭ്രഷ്ടരാക്കിക്കൊണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിന്റെ അസംബന്ധ ഫലിതമായി മാത്രമേ കാണാനാവൂ. പലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച UN പ്രമേയത്തിലെ വ്യവസ്ഥകൾ തന്നെ കാറ്റിൽ പറത്തി സൈനിക നീക്കങ്ങളിലൂടെ തങ്ങളുടെ മേഖല വിസ്തൃതമാക്കിയ ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പുറന്തള്ളിയ പലസ്തീൻകാർക്ക് നീതി ലഭിക്കാതെ ഈ പ്രശ്നം ആത്യന്തികമായി അവസാനിക്കില്ല. ലണ്ടൻ മുതൽ ജോഹന്നാസ്ബർഗ് വരെ, ജക്കാർത്ത മുതൽ ടോക്കിയോ വരെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഉയരുന്ന ജനകീയ പ്രതിഷേധം അധികാരപ്രമത്തകൾക്കും യുദ്ധവെറിക്കുമേൽ വിജയിക്കും വിധം കരുത്താർജിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് കൂടിയുള്ള ചൂണ്ടുപലകയാണ്.